നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് നോക്കിക്കേ. പണ്ട് വിപ്ലവം പ്രസംഗിച്ചപ്പോൾ നമ്മൾ കരുതിയത് ഒരു പാവപ്പെട്ടവന്റെ പടത്തലവനാണ് എന്നാണ്. എന്നാൽ ഇന്ന് കാണുന്നത് അങ്ങനെയല്ല. ഹിറ്റ്ലർക്കും മുസോളിനിക്കും ശേഷം മലയാള മണ്ണിൽ അവതരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ചക്രവർത്തി ആയ ഏകാധിപതിയാണ് ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നമ്മൾ കണ്ടത് അതിന്റെ ഏറ്റവും പുതിയ പതിപ്പായിരുന്നു. ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ നിൽക്കണം, ഞാൻ വരയ്ക്കുന്നിടത്ത് നിങ്ങൾ നിൽക്കണമെന്ന ധാർഷ്ട്യമാണ് മുഖ്യമന്ത്രി പലപ്പോഴായിട്ട് കാണിക്കാറ്. ആവേശത്തോടെ ചെണ്ട കൊട്ടിയപ്പോൾ മുഖ്യമന്ത്രിക്ക് അത് അലർച്ചയായി തോന്നിയതാണ് ഇപ്പോൾ ഉണ്ടായ ഒരു പുതിയ നീരസത്തിനുള്ള കാരണം. താൻ പ്രസംഗിക്കുമ്പോൾ തന്റെ ശബ്ദം മാത്രമേ ഭൂമിയിൽ കേൾക്കാവൂ എന്ന വാശിയിലാണ് അവിടെ മുഖ്യമന്ത്രി നിന്നത്. ഒറ്റക്കാലിൽ നിന്ന മുഖ്യമന്ത്രിയെ അവസാനം ഒന്ന് ശമിപ്പിക്കാനായിട്ട് കുറെ പാടുപെടുകയായിരുന്നു. കോട്ടയത്ത് KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമ്മേളനം നടക്കുന്നതിനിടെ മൈതാനത്തിന് പുറത്ത് ചെണ്ടമേളം നടത്തിയതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിക്കാൻ കാരണം. ഏത് പരിപാടിയുടെ ഭാഗമായുള്ള മേളമാണ് നടക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. നിങ്ങളുടെ പരിപാടിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ചെണ്ടകൊട്ടാണിതെന്നാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞത്. ഇതൊരു പുതിയ കാര്യമല്ല. തിരുവനന്തപുരത്ത് മെഡിസപ്പ് ഉദ്ഘാടനത്തിന് പോയപ്പോഴും ഇതേ ചെണ്ടയായിരുന്നു അദ്ദേഹത്തിന്റെ ശത്രു. അന്ന് ധനമന്ത്രിയായ KN ബാലഗോപാലിനെ വിട്ട് പോലീസ് മുഖേന അത് നിർത്തിച്ചേ അടങ്ങൂ എന്ന വാശിയിലായിരുന്നു മുഖ്യമന്ത്രി നിന്നിരുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു മുഖ്യമന്ത്രി അന്ന് നീരസം പ്രകടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിനിടയിലായിരുന്നു ചെണ്ടമേള സംഘം കൊട്ടിയത്. പിന്നാലെ മുഖ്യമന്ത്രി പ്രസംഗം നിർത്തുകയും ചെയ്തു. തുടർന്ന് ധനമന്ത്രി KN ബാലഗോപാലൻ ഇറങ്ങിച്ചെന്ന് സുരക്ഷ ഒരുക്കാനെത്തിയ പോലീസുകാരോട് പറഞ്ഞ് ചെണ്ടമേളം നിർത്തുകയും മുഖ്യമന്ത്രി പ്രസംഗം തുടരുകയുമായിരുന്നു. അങ്ങനെ തന്റെ ഇഷ്ടത്തിനായിരിക്കണം എല്ലാം നടക്കണമെന്ന മുഖ്യമന്ത്രിയുടെ വാശിയും ധാർഷ്ട്യവുമാണ് ഇന്ന് കേരള സമൂഹം ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കേരളത്തിലെ എല്ലാ ചെണ്ടകളും മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രം കൊട്ടണം, മുഖ്യമന്ത്രി പറയുമ്പോൾ മാത്രം കൊട്ടണം എന്നൊരു ഓർഡർ ഇടുമോ എന്നാണ് നമ്മൾ ഇനി അറിയേണ്ടത്. ഒരു ഭാഗത്ത് പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളെ വിരട്ടുകയും മറുഭാഗത്ത് താൻ അരികിലേക്ക് വരുന്ന പാവം അണികളെയും ജനങ്ങളെയും ആട്ടി അകറ്റുകയും ചെയ്യുന്ന ഒരു ഏകാധിപതിയായിട്ട് പിണറായി വിജയൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി പ്രവർത്തക അടുത്ത് വന്ന് ഒരു സെൽഫി എടുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം കാണിച്ച മുഖഭാവം നല്ല രീതിയിൽ വൈറലായതാണ്. സ്നേഹത്തോടെ ഒന്ന് ചിരിക്കാൻ പോലും അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ജനകീയനായി മാറുന്നത്? മൈക്കിനോട് യുദ്ധം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം എന്ന് നമ്മൾ മറക്കരുത്. മൈക്കൊന്ന് മൂളിയാൽ ഉടൻ കേസെടുക്കുന്ന പോലീസും തനിക്ക് മുകളിൽ ഒരു പരുന്ത് പോലും പറക്കരുത്, തന്റെ വഴിയിൽ ആരും ഉണ്ടാകരുത് എന്ന അഹന്തയാണ് ഈ പിണറായി വിജയൻ എന്ന ഏകാധിപതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കറുത്ത മാസ്ക് കണ്ടാൽ പേടി, കറുത്ത തുണി കണ്ടാൽ പേടി, അവസാനം ചെണ്ടയുടെ ശബ്ദം കേട്ടാലും പേടി. ഇത്ര അധികം ഭയമുള്ള ഒരാളെ എങ്ങനെയാണ് നാട് ഭരിക്കുന്നത്? ഇത് വെറും ഭയമേ അല്ല, ഇതൊരു തരം ഏകാധിപത്യ മനോഭാവമാണ്. തന്റെ ഇഷ്ടത്തിന് മാത്രം അനങ്ങണം, നിൽക്കണം, തന്റെ ആജ്ഞയ്ക്ക് മുന്നിൽ എല്ലാവരും വണങ്ങണം എന്ന് കരുതുന്ന പിണറായി വിജയൻ ജനാധിപത്യം എന്താണെന്ന് മറന്നുപോയിരിക്കുന്നു. അധികാരത്തിന്റെ ഹുങ്ക് തലക്കി പിടിച്ച ഈ ഭരണാധികാരിയോട്, അതായത് നമ്മുടെ മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ: ജനങ്ങളുടെ കൈതട്ടി മാറ്റുന്ന, ജനങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ നോക്കുന്ന ഏത് ഏകാധിപതിയെയും ചരിത്രത്തിൽ അന്ത്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മറന്നു പോകരുത്. അത് പിണറായി വിജയനും വൈകാതെ മനസ്സിലായിരിക്കും. അധികാരത്തിന്റെ തണലിൽ എത്രയൊക്കെ ഒച്ച വെച്ചാലും സത്യത്തിന്റെ ശബ്ദത്തെ നിങ്ങൾക്ക് മൂടിവെക്കാൻ കഴിയില്ല.